SP ക്യാമ്പ് ഓഫീസിലെ മരം മുറിയിൽ തുടങ്ങിയതാണിതെല്ലാം. മരം മുറിച്ചു കടത്തിയെന്ന കേസിലെ പരാതി പിൻവലിച്ചാൽ ജീവിതകാലം മുഴുവൻ താൻ കടപ്പെട്ടിരിക്കുമെന്നാണ് SP സുജിത് ദാസ് MLA PV അൻവറിന് കൊടുക്കുന്ന ഉറപ്പ്. ഈ ഉറപ്പ് എങ്ങനെ നടപ്പാക്കും എന്നതടക്കം അദ്ദേഹം പറയുന്നുണ്ട് ഈ സംഭാഷണത്തിൽ. അഷ്കർ അലി കരിമ്പ നമുക്കൊപ്പം ചേരുകയാണ് തത്സമയം. ഗുഡ് ഈവനിംഗ് അഷ്കർ അലി. രാവിലെ കേട്ടത് പരാതി പിൻവലിക്കണമെന്നാണെങ്കിൽ ഈ പരാതി പിൻവലിക്കാൻ വീണ്ടും കെഞ്ചുന്നതിനൊപ്പം വാഗ്ദാനങ്ങളും നൽകുന്നുണ്ട് MLAക്ക്. ഒപ്പം സ്വന്തം ഡിപ്പാർട്ട്മെന്റിലെ ഉയർന്ന ഉദ്യോഗസ്ഥനെതിരായ ആരോപണങ്ങൾ അതൊരു മറയുമില്ലാതെ പറയുകയാണ് MLAയോട്. SP-യുടെ യഥാർത്ഥ മുഖം അത് പുറത്തേക്ക് വരികയല്ലേ അഷ്കർ അലി? തീർച്ചയായും പോലീസ് സേനയ്ക്ക് തന്നെ അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പിന് തന്നെ പൂർണ്ണമായും നാണം കെടുത്തുന്ന പോലീസ് സേനയിലെ വിഭാഗീയതയടക്കം എല്ലാ കാര്യങ്ങളും ഒരു SP തന്നെ വിളിച്ചു പറയുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിന് ഏറ്റവും കാരണമായത് PV അൻവർ MLA ആണെന്ന് പ്രത്യേകിച്ച് പറയേണ്ടി വരും. കാരണം PV അൻവർ MLAയും SP സുജിത് ദാസും ഈ ക്യാമ്പ് ഓഫീസിലെ മറമുറിയുമായി നടത്തിയ ഓഡിയോ സംഭാഷണമാണ് ഇപ്പോൾ റിപ്പോർട്ടർ പുറത്തുവിട്ടിരിക്കുന്നത്. ഇതിലൂടെ ഈ സംസ്ഥാനത്തെ പോലീസ് സേനയിൽ എന്ത് നടക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു നേർ ചിത്രം കൂടി പുറത്തു വന്നു എന്നുള്ളതും ഏറെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ഇതിൽ ഒന്നാമത്തെ വിഷയത്തിലേക്ക് വരികയാണെങ്കിൽ ക്യാമ്പ് ഓഫീസിലെ മറമുറിയിൽ അതിൽ PV അൻവർ MLA പരാതിയുമായി മുന്നോട്ട് പോകരുത് എന്നതാണ് നേരത്തെ SP ആവശ്യപ്പെട്ടതെങ്കിൽ ഇപ്പോൾ അതിനുവേണ്ടി വലിയ വാഗ്ദാനങ്ങൾ കൂടി SP നൽകുന്നു. 25-ാം വയസ്സിൽ താനൊരു SP ആയ IPS ഉദ്യോഗസ്ഥരായ സിവിൽ സർവീസ് നേടിയ വ്യക്തിയാണ്. സ്വാഭാവികമായും തനിക്ക് ഇനിയുള്ള കാലയളവ് പരിശോധിക്കുകയാണെങ്കിൽ DGP റാങ്കിലെത്തി വിരമിക്കാൻ കഴിയും. ആ 25 വർഷത്തോളം കാലം ഇപ്പോൾ താങ്കൾ ഈ പരാതി പിൻവലിച്ചാൽ അതിന് താങ്കളോട് കടപ്പെട്ടിരിക്കും, അതിന് തൻ്റെ ഭാഗത്തു നിന്ന് നന്ദി ഉണ്ടാകുമെന്നാണ് ഒരു ജില്ലയുടെ പോലീസ് മേധാവിയായിരുന്ന ഇപ്പോൾ പത്തനംതിട്ടയുടെ ജില്ലയിലെ പോലീസ് മേധാവിയായിട്ടുള്ള S സുജിത് ദാസ് PV അൻവറിനോട് പറയുന്നത്. അങ്ങേ അറ്റത്തെ കൃത്യവിലോപം ഇല്ലെങ്കിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ ഭാഗത്തു നിന്ന് ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്ത ഒന്നാണ് ഇപ്പോൾ സുജിത് ദാസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ഒരു ക്രിമിനൽ കുറ്റ ആരോപണം വരുമ്പോൾ ആ ആരോപണത്തിൽ നിജസ്ഥിതി വെളിപ്പെടുത്തുന്നതിന്റെ പകരം ഇല്ലെങ്കിൽ അതിന് നിരപരാധിത്വം വെളിപ്പെടുത്തുന്നതിന്റെ പകരം ആ കേസ് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു. മാത്രമല്ല ആ പരാതിക്കാരൻ ഒരു MLA ആയിട്ട് കൂടി ആ MLAക്ക് വാഗ്ദാനങ്ങളും പ്രലോഭനങ്ങളും നൽകിക്കൊണ്ട് ആ കേസ് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള ഒരു ഗുരുതര വെളിപ്പെടുത്തലാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. സർവീസിൽ ഇരിക്കുന്നിടത്തോളം കാലം ഈ കേസ് പിൻവലിക്കുകയാണെങ്കിൽ PV അൻവർ MLAയോട് താൻ കടപ്പെട്ടിരിക്കുമെന്നാണ് SP കൂടിയായ സുജിത് ദാസ് പറയുന്നത്. മറ്റൊന്ന് പ്രധാനപ്പെട്ട മറ്റു ഗുരുതര ആരോപണങ്ങൾ ഈ ഓഡിയോ സംഭാഷണത്തിൽ പുറത്തു വരുന്നത് ADGP ആയിട്ടുള്ള അജിത് കുമാറിനെതിരെയാണ്. അജിത് കുമാറിനെതിരെ നിരവധി ആരോപണങ്ങൾ ഈ ഓഡിയോ സംഭാഷണത്തിൽ PV അൻവറുമായി നിലവിലെ പത്തനംതിട്ട SP കൂടി ആയിട്ടുള്ള S സുജിത് ദാസ് പങ്കുവെക്കുന്നുണ്ട്. ഒന്നാമത്തേത് പോലീസ് സേനയിലെ മുഴുവൻ കാര്യങ്ങളും ഇപ്പോൾ തീരുമാനിക്കുന്നത് ADGP അജിത് കുമാറാണ്. ഈ അജിത് കുമാറിന്റെ പൂർണ്ണ പിന്തുണ എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ടുള്ള P ശശിയാണ്. P ശശിയുടെ വലം കൈയാണ് അജിത് കുമാർ എന്നും P ശശി പറയുന്ന എല്ലാ കാര്യങ്ങളും അണുവിട തെറ്റാതെ ചെയ്തു കൊടുക്കുന്നതാണ് ADGP ആയിട്ടുള്ള അജിത് കുമാറിന്റെ ചുമതല എന്നും ഈ SP സുജിത് ദാസൻ അഥവാ ഒരു IPS ഉദ്യോഗസ്ഥൻ തന്നെ വെളിപ്പെടുത്തുന്നു. പോലീസ് സേനയെ ആകെ നാണം കെടുത്തുന്ന ഒരു വെളിപ്പെടുത്തലാണെന്ന് പ്രത്യേകം പരാമർശിക്കേണ്ടി വരുന്നത് അവിടെയാണ്. മാത്രമല്ല മലപ്പുറത്തെയും പാലക്കാട്ടെയും നിലവിലെ SP മാർ എന്ന് പറയുന്നത് അത് ADGP അജിത് കുമാറിന്റെ അടിമകളാണെന്നാണ് SP സുജിത് ദാസ് വിശേഷിപ്പിക്കുന്നത്. തൃശ്ശൂരിൽ അങ്ങനെ ഒരു അടിമ പോലുമില്ല, അവിടെയുള്ള കാര്യങ്ങൾ നേരിട്ട് നിയന്ത്രിക്കുന്നത് ADGP അജിത് കുമാറാണെന്നും SP സുജിത് ദാസ് ഇതിൽ ആരോപണം ഉന്നയിക്കുന്നുണ്ട്. മാത്രമല്ല പല കാര്യങ്ങൾക്കും പറയുന്നതൊന്ന് കേട്ടു നോക്കൂ. അതായത് മലപ്പുറം ജില്ലയെ വിറപ്പിച്ചുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന SP കെഞ്ചുകയാണ്, എനിക്ക് വേണ്ടി ആ പരാതി ഒന്ന് പിൻവലിച്ചതാ, അത്രേ എനിക്ക് പറയാനുള്ളൂ എന്ന് പറഞ്ഞ് താണു വീട് അപേക്ഷിക്കുകയാണ് ഒരു MLAയോട്. അപ്പോൾ SP-യുടെ റോളിൽ ഇരിക്കുമ്പോൾ ആ റോളിന്റെ ഉത്തരവാദിത്തം താൻ കടപ്പെട്ടിരിക്കുന്നത് ആഭ്യന്തര വകുപ്പിനോടാണ്, സംസ്ഥാനത്തെ ജനങ്ങളോടാണ് എന്നൊന്നും ബോധ്യപ്പെടാത്ത ആളാണോ ഈ SP എന്ന ചോദ്യം അവിടെ പ്രസക്തമല്ലേ? നമ്മൾ അങ്ങനെ ഒരു തീരുമാനം പറഞ്ഞതാണ് എന്ന് പറഞ്ഞ് PV അൻവർ MLA സംസാരിക്കുമ്പോൾ കെഞ്ചി പറയുകയാണ്, MLA അതൊന്ന് ചെയ്തതാ, വളരെ സിമ്പിളായിട്ട് സാധാരണ മനുഷ്യന്മാര് മലപ്പുറത്തുകാർ പറയുന്നത് പോലെ പറയുകയാണെങ്കിൽ 10-25 വർഷം കൂടി സർവീസ് ഉണ്ട്, ഞാൻ MLAയോട് കടപ്പെട്ടിരിക്കും, അത്രയേ ഉള്ളൂ, എനിക്ക് അതിൽ കൂടുതൽ ഒന്നും പറയാനില്ല. ഒരു SP-യുടെ സംസ്ഥാനത്തെ ഒരു ജില്ലയിലെ പോലീസ് തലവനായിരിക്കുന്ന ഒരു വ്യക്തിയുടെ വാക്കുകളാണിത് അഷ്കർ അലി. ഇതിനെ ഒരർത്ഥത്തിൽ കാലത്തിന്റെ കാവ്യനീതി എന്നുകൂടി വിശേഷിപ്പിക്കേണ്ടി വരും. കാരണം S സുജിത് ദാസ് IPS മലപ്പുറത്ത് ഉണ്ടായിരിക്കുന്ന സമയത്ത് ക്രമാതീതമായി മലപ്പുറത്ത് കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നതിന്റെ എണ്ണത്തിൽ വലിയ വർധനവുണ്ടായിരുന്നു. ആ വർധനവ് പലപ്പോഴും നിരപരാധികളടക്കം കേസിൽ കുടുക്കിയാണ് ഇത്തരത്തിൽ കേസുകളുടെ എണ്ണം കൂട്ടുന്നതെന്ന ആരോപണമായി അന്ന് MSF-ഉം അതുപോലെ തന്നെ കോൺഗ്രസും അടക്കം പലരും പ്രത്യക്ഷമായി സമരത്തിലേക്ക് എത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. നിരപരാധിയായ നിരവധി പേർ റിപ്പോർട്ടർ ചാനൽ തന്നെ റിപ്പോർട്ടറിന്റെ ചർച്ചയിൽ വന്നിരുന്നുകൊണ്ട് തന്നെ തങ്ങളെ അകാരണമായ കേസിൽ പ്രതിയാക്കിയതിന്റെ അനുഭവം
സംഭവങ്ങൾ വെളിപ്പെടുത്തുന്ന ആരോപണങ്ങൾ ഉന്നയിക്കുന്ന സാഹചര്യങ്ങൾ കൂടി ഉണ്ടായിരുന്നു. അത്തരത്തിൽ ആരോപണ വിധേയനായ അഥവാ നിരവധി നിരപരാധികളെ കേസിൽ കുടുക്കിയെന്ന് ആരോപണ വിധേയനായ ഒരു IPS ഉദ്യോഗസ്ഥനാണ് ഇപ്പോൾ ഒരു MLAക്ക് മുമ്പിൽ പോയി തനിക്കെതിരെ വന്ന ഒരു പരാതിയിൽ നിന്നും രക്ഷപ്പെടാൻ അതിലെ അന്വേഷണത്തോട് സഹകരിക്കുന്നതിനപ്പുറമായിക്കൊണ്ട് പ്രേക്ഷകർ ആ സംഭാഷണം കേട്ട് മറന്നു പോയിട്ടുണ്ടെങ്കിൽ SP പറയുന്നു, എന്റെ ഒരു കാര്യപ്രാപ്തി പറയുന്നതല്ല, എന്നാലും 25ാമത്തെ വയസ്സിൽ സർവീസിൽ കയറിയതാ. DGP ആയിട്ട് റിട്ടയർ ചെയ്യാൻ കഴിയുകയാണെങ്കിൽ അതുവരെ ഞാൻ MLAയോട് കടപ്പെട്ടിരിക്കും. MLAക്ക് ഒരു സഹോദരനെ പോലെ കരുതാൻ പറ്റുമെങ്കിൽ ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പിൽ എന്നെയും കൂടി വെച്ചേക്കണം. ഞാൻ നിലമ്പൂർക്കാരൻ അല്ലെങ്കിൽ പോലും. സ്വാധീനിക്കുന്നത് എങ്ങനെയാണ് ബന്ധങ്ങൾ ഉണ്ടാക്കുന്നത്, എങ്ങനെയാണ് തന്റെ കാര്യം നേടിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്, ഇതിൽ പരം ഇതിനൊരു ഉദാഹരണമുണ്ടോ? SP സുജിത് ദാസ് ഇവിടെ തുറന്നു കാട്ടപ്പെടുകയല്ലേ അഷ്കർ? സുജിയ, ഒരു പോലീസ് ഉദ്യോഗസ്ഥന് അധികാരമേൽക്കുമ്പോൾ ചെയ്യുന്ന ആദ്യത്തെ സത്യപ്രതിജ്ഞയുടെ തന്നെ പരസ്യലംഘനം ഒരു ജില്ലാ പോലീസ് മേധാവി നടത്തിയിരിക്കുന്നു. ഒരു SP IPS ഉദ്യോഗസ്ഥനായ ഒരു SP തന്നെ നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. കാരണം ഒരു വിധത്തിലും ആരെയും സ്വാധീനിക്കാൻ ശ്രമിക്കുകയില്ല, ഇല്ലെങ്കിൽ തൻ്റെ അധികാരത്തിൽ ഒരു കൃത്യവിലോപം നടത്തില്ല, തൻ്റെ ഔദ്യോഗിക കൃത്യനിർവഹണങ്ങളിൽ വീഴ്ച വരുത്തില്ല എന്നതുൾപ്പെടെയുള്ള പല സത്യപ്രതിജ്ഞ ചെയ്തിട്ടാണ് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അധികാരമേൽക്കുന്നത്, പ്രത്യേകിച്ച് ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥൻ. പക്ഷേ ആ ഉദ്യോഗസ്ഥനാണ് MLA വിളിച്ചിട്ട് തനിക്കെതിരായ പരാതി നൽകിയത് പിൻവലിക്കുകയാണെങ്കിൽ തനിക്ക് അധികാരത്തിലുള്ളിടത്തോളം കാലം 25 വർഷത്തോളം തനിക്ക് ബാക്കി വരുന്ന സർവീസിൽ മുഴുവൻ MLAയോട് കടപ്പെട്ടിരിക്കും. ഒരു DGP ആയി വിരമിക്കാൻ സാധ്യതയുള്ള ഉദ്യോഗസ്ഥനാണ് താൻ. ആ കാലയളവ് വരെ MLAക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യുമെന്ന് തൻ്റെ സത്യപ്രതിജ്ഞയ്ക്ക് തന്നെ ലംഘനമായിക്കൊണ്ട് MLAക്ക് വാഗ്ദാനം ചെയ്യുന്നതാണ് നമുക്ക് കേൾക്കേണ്ടി വരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞത്, പോലീസ് സേനയ്ക്ക് തന്നെ നാണക്കേടുണ്ടാക്കിയിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനായി അദ്ദേഹം മാറിയിരിക്കുന്നു. മാത്രമല്ല, തൻ്റെ സർവീസ് കാലഘട്ടത്തിൽ ഇല്ലെങ്കിൽ താൻ ഒരു ജില്ലാ പോലീസ് മേധാവി അധികാരത്തിലിരിക്കെ തൻ്റെ ഔദ്യോഗിക വസതിയുടെ പരിധിയിൽ നിന്നും മരങ്ങൾ മുറിച്ചു കടത്തിയതിൻ്റെ ഒരു ആരോപണം വന്നപ്പോൾ അതിൻ്റെ പരാതി വന്നപ്പോഴാണ് ആ പരാതിയുമായി മുന്നോട്ട് പോകുന്നതിനടക്കം തടയാനും പ്രതിരോധിക്കാനും ഇത്തരത്തിൽ സ്വാധീനിക്കാൻ SP ശ്രമിക്കുന്നത് എന്നുള്ളതും ഏറെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതിനോടൊപ്പം തന്നെ ആ MLA പിന്തുണച്ചുകൊണ്ട് നിലവിലുള്ള തൻ്റെ മുതിർന്ന ഉദ്യോഗസ്ഥരായിട്ടുള്ള തൻ്റെ സീനിയർ ഉദ്യോഗസ്ഥരായിട്ടുള്ള ADGPക്കെതിരെയുള്ള ഗുരുതര ആരോപണങ്ങളും അദ്ദേഹം ഉന്നയിക്കുകയും ചെയ്യുന്നു. ADGPയുടെ സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്നത് ADGPയുടെ ഭാര്യയുടെ സഹോദരന്മാർ വഴിയാണെന്നുള്ള വെളിപ്പെടുത്തലടക്കം നടത്തുന്നു. മാത്രമല്ല, രാഷ്ട്രീയമായിട്ടുള്ള അതിന്റെ പിന്നാമ്പുറം മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ ഇടപെടലാണ്. ADGP ആയിട്ടുള്ള അജിത് കുമാറിന്റെ ശക്തി, അജിത് കുമാർ വഴിയാണ് ഇപ്പോൾ സേന പൂർണ്ണമായും നിയന്ത്രിപ്പിക്കപ്പെടുന്നത് എന്നതടക്കം ഉള്ള വെളിപ്പെടുത്തലുകൾ ഇതിൽ SP വ്യക്തമാക്കുന്നുണ്ട്. അതിനപ്പുറം പോലീസ് സേനയ്ക്കുള്ളിൽ നടക്കുന്നത് എന്താണ്? ADGP MR അജിത് കുമാറിനെ കുറിച്ച് ഒരു ഡയറക്റ്റ് അലിഗേഷൻ അതേ സേനയിൽ അദ്ദേഹത്തിന്റെ കീഴുദ്യോഗസ്ഥനായിരിക്കുന്ന പത്തനംതിട്ട SP ആയിരിക്കുന്ന സുജിത് ദാസ് നടത്തുകയാണ്. ആ സംഭാഷണം പുറത്തു വന്നതോടെ അച്ചടക്ക നടപടി എടുക്കാൻ കഴിയുന്ന തരത്തിലുള്ള വെളിപ്പെടുത്തലല്ലേ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് അഷ്കർ അലി? തീർച്ചയായും തൻ്റെ അധികാരത്തിന് ഒട്ടും യോജിക്കാത്ത വിധത്തിൽ തൻ്റെ ഔദ്യോഗിക കൃത്യനിർവഹണത്തിന് തന്നെ യോജിക്കാത്ത രീതിയിലുള്ള നടപടിയാണ് SP ഭാഗത്തു നിന്നുണ്ടായിരിക്കും. സ്വാഭാവികമായും ഇന്റേണൽ അന്വേഷണം, ആഭ്യന്തര അന്വേഷണം മാത്രമല്ല അച്ചടക്ക നടപടികൾക്ക് വിധേയമാകാൻ തക്കവണ്ണമുള്ള കുറ്റകൃത്യം അയാൾ ചെയ്തിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് പ്രത്യക്ഷത്തിൽ നമുക്ക് ബോധ്യമാവുന്നത്. മാത്രമല്ല, ഈ നേരത്തെ ഈ പോലീസ് സേനയിലെ വിഭാഗീയതുമായി ബന്ധപ്പെട്ട് മലയാള മാധ്യമങ്ങൾ തന്നെ ഏറ്റവും ചർച്ച ചെയ്ത ഒരു വിഷയമായിരുന്നു IPS ഉദ്യോഗസ്ഥരായിരുന്ന P. വിജയന്റെ സസ്പെൻഷൻ വാർത്ത. ആ വാർത്തയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രതികരണം ഇപ്പോൾ ഇതിൽ SP സുജിത് ദാസ് നടത്തുന്നുണ്ട്. അന്ന് വിജയൻ സാറിനെ സസ്പെൻഡ് ചെയ്യാൻ ഇടപെട്ടത് ADGP അജിത് കുമാറാണ്. ആ സസ്പെൻഷനിലൂടെ വിജയൻ സാറിനെ ഒതുക്കുകയായിരുന്നു ADGP അജിത് കുമാർ എന്നുള്ള വെളിപ്പെടുത്തൽ നിർണായകമായ പോലീസ് സേനയുമായി ബന്ധപ്പെട്ട ഏറ്റവും ഒരു നിർണായകമായ വെളിപ്പെടുത്തൽ കൂടി SP സുജിത് തീർച്ചയായും ഇനി ഇതിൽ അടുത്തത് എന്ത് എന്നതാണ് അറിയേണ്ടത്. ഇക്കാര്യത്തിൽ ADGP MR അജിത് കുമാറിന്റെ പ്രതികരണം, അതുപോലെ തന്നെ PV അൻവർ MLAയുടെ പ്രതികരണം, ഈ SP സുജിത് ദാസിന്റെ പ്രതികരണം, അതിലേക്കൊക്കെ നമുക്ക് പോകാവുന്നതാണ്. പൊളിറ്റിക്കൽ സെക്രട്ടറി P. ശശിയുടെ പേരടക്കം പറഞ്ഞുകൊണ്ടാണ് SP കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. MR അജിത് കുമാർ സർവശക്തനായി നിൽക്കുന്നത് കൊണ്ടും പൊളിറ്റിക്കൽ സെക്രട്ടറി ശശി സാറിന്റെ വലിയ അടുപ്പമുള്ളത് കൊണ്ടും ഇയാളെക്കുറിച്ച് ആലോചിക്കാൻ തന്നെ പേടിയാണെന്നാണ് തന്റെ മേലുദ്യോഗസ്ഥനായ ADGPയെ കുറിച്ച് SP സുജിത് ദാസ് പറയുന്നത്. ഇക്കാര്യം ADGP ഇപ്പോൾ കേട്ട് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു.